ശബരിമലയിലെ സ്വർണധ്വജത്തിൽ നിന്ന് മാറ്റിയ വാജിവാഹനം തന്ത്രി കണ്ഠര് രാജീവർ ഒളിപ്പിച്ചു വെച്ചു എന്ന തരത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചില ഇടതുപക്ഷ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രചാരണങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തന്ത്രിയുടെ പക്കൽ നിന്ന് സ്വർണവാജിവാഹനം SIT സംഘം കണ്ടുപിടിച്ചു എന്ന രീതിയിലുള്ള പച്ചക്കള്ളങ്ങളാണ് ഇത്തരം ഇടതുപക്ഷ പ്രീണന ചാനലുകൾ പടച്ചുവിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കൈമാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരുമ്പോൾ ഭരണകൂടവും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഒരേപോലെ പ്രതിക്കൂട്ടിലാവുകയാണ്. യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണ്ണ കൊടിമരം പൊളിച്ചു പണിതപ്പോൾ അതിലുണ്ടായിരുന്ന പഴയ വാജിവാഹനം ഹൈക്കോടതിയുടെ കൃത്യമായ അനുവാദത്തോടു കൂടിയാണ് തന്ത്രിക്ക് കൈമാറിയത്. ഈ വസ്തുത ബോധപൂർവം മറച്ചുവെച്ചുകൊണ്ടാണ് CPM കുഴലൂത്ത് മാധ്യമങ്ങൾ തന്ത്രിക്കെതിരെ വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് ബോർഡ് ഔദ്യോഗികമായി തീരുമാനമെടുത്ത താന്ത്രിക വിധിപ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അന്ന് ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന CPM പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ പരസ്യമായാണ് ഈ വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് എന്നതാണ്. ഇതിൽ എന്തൊളിച്ചു വെക്കലാണ് ഉള്ളതെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ വ്യക്തമാക്കേണ്ടതുണ്ട്. തന്ത്രി ഇത് രഹസ്യമായി കൊണ്ടുപോയതോ അല്ലെങ്കിൽ വിൽക്കാൻ ശ്രമിച്ചതോ അല്ല, മറിച്ച് തന്റെ പൂജാമുറിയിൽ ഭക്തിപൂർവ്വം സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തത്. താന്ത്രിക വിധി പ്രകാരം ദേവന്റെ ബിംബമോ അല്ലെങ്കിൽ പൂജയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വസ്തുക്കളോ മാറ്റേണ്ടി വരുമ്പോൾ അത് ലോഹനിർമ്മിതമാണെങ്കിൽ തന്ത്രിക്ക് കൈമാറാം എന്നൊരു നിയമമുണ്ട്. ബിംബം കല്ലിലാണെങ്കിൽ ജലത്തിൽ നിമജ്ജനം ചെയ്യണമെന്നും തടിയിലാണെങ്കിൽ അഗ്നിക്കിരയാക്കണമെന്നുമാണ് വിധി. ലോഹമായതുകൊണ്ട് തന്നെ അത് കൈമാറാനും ഉരുക്കി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ സൂക്ഷിക്കാനോ ഉള്ള അധികാരം തന്ത്രിയിൽ നിക്ഷിപ്തമാണ്. ഈ ആചാരപരമായ വസ്തുതയെയും നിയമപരമായ നീക്കത്തെയും സ്വർണ്ണക്കൊള്ളയെ ചിത്രീകരിക്കുന്നത് വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ വാജിവാഹനം തിരികെ സ്വീകരിക്കാൻ മടി കാണിച്ചതും വലിയ വിവാദമായിരുന്നു. ഒടുവിൽ തന്ത്രി തന്നെ ഇത് സ്വമേധയാ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. റെയ്ഡ് നടത്തി കണ്ടെടുത്ത തൊണ്ടി മുതലല്ല ഇതെന്ന് ഇതോടെ വ്യക്തമായി. ഇപ്പോൾ നടന്നുവരുന്ന അന്വേഷണങ്ങളുടെ മുന മാറ്റാനും കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് വലിയ അഴിമതി നടന്നുവെന്ന് വരുത്തി തീർക്കാനുമാണ് CPM ഈ വാജിവാഹനം വിവാദം ഇപ്പോൾ കുത്തിപ്പൊക്കിയതെന്ന ആരോപണം ശക്തമാണ്. പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള കറതീർന്ന രാഷ്ട്രീയക്കാരെ അവരുടെ മരണശേഷവും വേട്ടയാടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആരോപണവും ശക്തമാണ്. സ്വർണത്തിന് പുറമെ ശബരിമലയിലെ പടിപൂജയുമായി ബന്ധപ്പെട്ടും വലിയ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2040 വരെ പടിപൂജകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ പതിറ്റാണ്ടുകൾക്ക് മുൻപേ ബുക്ക് ചെയ്യുന്ന പൂജകൾ പിന്നീട് ലക്ഷങ്ങൾക്കും കോടികൾക്കും മറിച്ചു വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു വലിയ സംഘം അവിടെയുണ്ടെന്ന് ഭക്തർക്കിടയിൽ സംശയം ശക്തമാണ്. പടിപൂജയുടെ പേരിൽ ഇത്തരമൊരു തിരിമറി നടക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസികളുടെ ഭക്തിയെ ചൂഷണം ചെയ്ത് കോടികൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം പോലുമില്ല എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഭക്തർ ശബരിമലയിലേക്ക് വരുന്നത് അങ്ങേയറ്റത്തെ വിശ്വാസത്തോടു കൂടിയാണ്. ഭഗവാനിൽ ചാർത്തിയ ഒരു തരി ചന്ദനമോ ഭസ്മമോ ലഭിക്കാൻ തന്റെ സാമ്പത്തിക ശേഷിക്കപ്പുറമുള്ള തുക നൽകാൻ പോലും ഭക്തർ തയ്യാറാകാറുണ്ട്. ആ വിശ്വാസവും ഭക്തിയുമാണ് ഇപ്പോൾ ചില കാട്ടുകൊള്ളക്കാർ മുതലെടുക്കുന്നത്. ഭക്തരുടെ വിശ്വാസത്തെ ബിസിനസ് ആക്കി മാറ്റുന്ന ഉദ്യോഗസ്ഥരെയും ഇടനിലക്കാരെയും ഇനിയെങ്കിലും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. സ്വർണ്ണക്കടത്തിനും മണ്ണ് വിൽപ്പനയ്ക്കും വരെ ശബരിമല വേദിയാകുന്നു എന്ന വാർത്തകൾ ഭക്തലക്ഷങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. ഇടതുപക്ഷത്തിനു വേണ്ടി കുഴലൊത്തു നടത്തുന്ന മാധ്യമങ്ങൾ ഇത്തരം സത്യങ്ങൾ എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും വസ്തുതകൾ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ എല്ലാം തെളിയും. ശബരിമലയിലെ യഥാർത്ഥ കൊള്ളക്കാരെ കണ്ടെത്താൻ നിഷ്പക്ഷമായ അന്വേഷണം അനിവാര്യമാണ്. നുണപ്രചാരണങ്ങളിലൂടെ ഭക്തരെയും തന്ത്രിയെയും അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന കോടതി ഉത്തരവുകൾ.